ഇവിടെ തലവട്ടികളും കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയുണ്ട് ഇവിടെ. ആ പള്ളി കാണാൻ വന്നാട്ടാ. ഇവിടെ യേശുവിൻ്റെ ഡ്രസ്സിൻ്റെ കോപ്പി പടം വെച്ചിട്ടുണ്ട്. കണ്ടാ, ഇതാണ് യേശുവിൻ്റെ ഡ്രസ്സിൻ്റെ പടം. എൻ്റെ പുറകിൽ പള്ളി കണ്ട, തലയൊട്ടി എല്ലുകളെ കൊണ്ടിട്ട് ഒരു അൾത്താരയും ചെറിയ പള്ളി പോലെ ചാപ്പൽ ഉണ്ടാക്കിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കയറ്റൂല, അതാ പ്രശ്നം. അല്ലെങ്കിൽ കേട്ടാ, ഞാൻ പോയി കണ്ടിട്ട് പറയാം, കഥ പറഞ്ഞുതരാം. ഓക്കെ, തുറന്നു തരാം. നമ്മൾ സിസ്റ്റർ ഇപ്പോൾ തുറന്നു തരും, ഞങ്ങളകത്ത് കയറും. ക്യാമറ ഇടാൻ പാടില്ല. അങ്ങനെ അതിനകത്ത് ഞാൻ കയറി അത് കണ്ടു. തലയോട്ടികൾ കൊണ്ടിട്ട് അൾത്താര ഉണ്ടാക്കി വെച്ചേക്കും. 3000 തലയോട്ടി വെച്ചിട്ടാണ് ഒരു അൾത്താര ഉണ്ടാക്കി വെച്ചത്. ഈ വീഡിയോ ആ പാവം സിസ്റ്ററിനെ പറ്റിച്ച് ഞങ്ങളുടെ കൂട്ടുകാരുടെ അടുത്താണ്, ആരും അറിയാതെ. ഇത്ര കിട്ടിയുള്ളൂ. നാളേക്ക് കർത്താവിൻ്റെ ഒരു കുരിശുരൂപമുണ്ട്. പിന്നെ സൈഡ് ഭിത്തികളൊക്കെ എല്ലാം എല്ലുകളാണ്. എല്ലുകളും ഇങ്ങനെ ലൈനിലായിട്ട് ഇങ്ങനെ തലയോട്ടി ഇങ്ങനെ വെച്ചേക്കണം. ഏതോ കളിപ്പാട്ടം വെച്ചേക്കണം അവർ. അപ്പോൾ അതിൻ്റെ നടുക്ക് 2 സൈഡിലായിട്ട് 2 മാലാഖമാരുടെ ഒരു രൂപമുണ്ട്. ഈ 3 രൂപങ്ങളെ പള്ളിയുള്ളൂ, ബാക്കിയെല്ലാം തലയോട്ടിയാണ്. തലയോട്ടിയാണ്. ചിലരൊക്കെ പല്ലൊക്കെ ഉണ്ട്, ചിലരുടെ നെറ്റിക്കൊക്കെ തുളയൊക്കെ ഉണ്ട് കാണിച്ചു. പിന്നെ ഈ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആൾത്താരുടെ മുമ്പിൽ തന്നെ ആ ടേബിളിൽ ഈ പള്ളി ഉണ്ടാക്കിയ അച്ഛന്മാരുടെ തലയോട്ടി വെച്ചിട്ടുണ്ട്. ഒരു അച്ഛന്മാരാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം വലിയൊരു കിണർ പോലെ, അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാരായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ നിൽക്കുന്ന അതിൻ്റെ ആ നിലവറ പോലെയാണ്. അതങ്ങനെ തുറന്ന് കാണിച്ചു തന്നു. അടിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടങ്ങനെ തലയോട്ടികളും എല്ലുകളും ഇങ്ങനെ കൂടി കിടക്കും. ഇങ്ങനെ ഒരു കാഴ്ച ജീവിതത്തിൽ ഇനി കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ വന്ന് കാണാൻ പറ്റും, പക്ഷേ വേറെ എവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. വല്ലാത്തൊരു കാഴ്ചയായി പോയി. വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചാണ് ഇതൊന്ന് കാണണമെന്ന്, ഇവിടെ വരണമെന്ന്. അങ്ങനെ കുന്നുമലയിൽ കയറി വന്നു. ഇത് ചെക്ക് റിപ്പബ്ലിക്കാണ് സ്ഥലം, ചെക്കാണത്. പോളണ്ടിൻ്റെ ബോർഡറായിട്ട് വരും. ഇവിടുന്ന് പോളണ്ടിലേക്കും പോവാം, ചെക്കിലേക്കും പോവാം. ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ സമ്മർ തുടങ്ങി, എന്നാലും ഇവിടെ ഭയങ്കര തണുപ്പാണ്. വന്ന വഴിക്ക് കുറേ ഐസൊക്കെ കണ്ടിട്ടുണ്ടായി. ഏതായാലും കൊള്ളാം.